ശ്രീ നസീർ ചാലിയം, ഈ കേസിൽ എന്താണ് ബാലാവകാശ കമ്മീഷൻ ചെയ്യാനുള്ളത്, ചെയ്യേണ്ടത്? അല്ല, ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റവും പ്രാഥമികമായ ഘട്ടത്തിലാണുള്ളത്. ഇപ്പോൾ ഒരു അറസ്റ്റ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ഫോണിലെ വാട്സപ്പ് ചാറ്റുകൾ കൂടുതൽ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ കേസിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാനാവൂ. എത്ര പ്രതികൾക്ക് ആർക്കൊക്കെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി കിട്ടും. പക്ഷേ ഇത് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ കേരള സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഈ പുതിയ പ്രവണതയിൽ ഏറ്റവും അധികം വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ്. കാരണം വീടുകളിലെ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുമ്പോൾ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ, അതുകൂടാതെ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ വഴിവിട്ട ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏറ്റവും ആദ്യമായി അതിൻ്റെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ ഇരകളായി മാറുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ഇതേ സംബന്ധിച്ച് നമുക്ക് പല ഘട്ടങ്ങളിലോ പല തലങ്ങളിലൂടെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ളത്. അതിലേറ്റവും പ്രധാനം, നമുക്കൊരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു കുറ്റകൃത്യത്തെ തടയുന്നതിൽ നമുക്ക് മറ്റുള്ള മാർഗങ്ങളും ഈ സിവിൽ സൊസൈറ്റിയുടെ പങ്കാളിത്തവും അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കൂടി ലോ മെക്കാനിസം, അത് ലീഗൽ, അതായത് ഇതിൻ്റെ ഈ ലീഗൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി, അതോടൊപ്പം തന്നെ കോടതികളടക്കമുള്ള നിയമ സംവിധാനങ്ങൾ ശക്തപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ കേസുകളുടെ കേസുകളുടെ ക്രൈം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ കാണുന്ന ഈ വർധനവ്, അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ എത്ര കേസുകൾ തീർപ്പാക്കുന്നു, അതിൻ്റെ കൺവിക്ഷൻ റേറ്റ്. നമുക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു വിഷയം, ഇവിടെ ഈ കേസുകൾ കോടതികളിലെത്തുന്ന കാലതാമസങ്ങളുണ്ട്. പോലീസിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള കാലതാമസം വരുന്നുണ്ട്. കോടതികളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ കേസുകൾ തീർപ്പാക്കുന്നതിലുള്ള ഒരു വലിയ കാലതാമസം, ഇത് പലപ്പോഴും ആ പ്രോസിക്യൂഷനെ ഒരു സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ നടക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക കോടതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കോടതികളുണ്ട്. പക്ഷേ ഈ കോടതികളിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഈ താമസം വിന ഈ കേസുകളെ തീർപ്പാക്കുന്നതിൽ നമ്മുടെ നിയമ സംവിധാനത്തിന് വലിയ ഒരു പരാജയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം കുറ്റവാളികൾക്ക് നമുക്ക് ഏതെല്ലാം തരങ്ങളിൽ നമ്മൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്താലും ഒരു ശക്തമായ ഒരു പണിഷ്മെൻറ്റ് അതിലെ പ്രതികൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സമൂഹത്തിനും അതോടൊപ്പം തന്നെ ഒരു കൃത്യമായ ഒരു ബോധം, നമുക്ക് ഒരു മെസ്സേജ് ആ സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന് കോടതികളിലുള്ള ഈ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവായിട്ടാണ് പലപ്പോഴും നമുക്ക് ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഈ ഇത്തരം കോടതികളിലൊക്കെ ഒരു സെറ്റിലായ കേസുകൾ ആദ്യം എടുത്ത് തീർപ്പാക്കുമ്പോൾ നമുക്ക് നാഷണൽ കൺവിക്ഷൻ റേറ്റ് എടുത്ത് നോക്കുമ്പോൾ അക്വിറ്റൽ റേറ്റാണ് കൂടുതലായി കാണുന്നത്. കണ്ടസ്റ്റിംഗ് കേസുകളാകുമ്പോൾ കുറേ നീണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഈ കേസുകൾ സമയബന്ധിതമായി ആ സ്റ്റാറ്റ്യൂട്ടിൽ, പ്രത്യേകിച്ച് ഈ പോക്സോ ആക്ടിലൊക്കെ പറയുന്ന സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താങ്കൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വളരെ ശരിയാണ്. കാരണം കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കൂടുന്നു, ഈ കൺവിക്ഷൻ റേറ്റ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കണക്കുകൾ നോക്കുമ്പോൾ കുറയുന്നു. പല കാരണങ്ങൾ അതിനുണ്ടാകാം. പക്ഷേ ഇവിടെ മാതൃകാപരമായി ശിക്ഷിക്കുന്നു, ആ ശിക്ഷ കണ്ട് സമൂഹം ഒരു അച്ചടക്കത്തിലേക്ക് പോകുന്നു എന്ന ഒരു രീതിയല്ല ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീമതി വീണ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അമ്മയോട് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ശപിച്ചുകൊണ്ട് അമ്മയെ കൊലപ്പെടുത്തുന്ന മയക്കുമരുന്നിന് അടിമയായ മകൻ, ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് അനാചാരങ്ങളുടെ ഭാഗമായി മന്ത്രവാദത്തിലൊക്കെ അടിമപ്പെട്ട് കൊല ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ, രക്തദാഹികളായിട്ടുള്ള ആളുകൾ, മനോനില തെറ്റിയവർ, ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽ പെടുന്ന കേരളത്തിൽ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞതാണ് ഈ കൊലയ്ക്ക് ഓരോന്നിന് പിന്നിലുമുള്ള കാരണങ്ങൾ. അപ്പോൾ മതിയായ ശിക്ഷ നൽകുന്നു, മാതൃകാപരമായി ശിക്ഷിക്കുന്നു, അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരും എന്നൊരു ആശാവഹമായ സ്ഥിതിവിശേഷം കേരളത്തിൽ ഇപ്പോൾ ഇല്ലല്ലോ. കുട്ടികളുടെ കാര്യം എടുക്കാം. അവിടെ കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും.
അവിടെ കുട്ടികൾ സ്വതന്ത്രമായി വളരാനുള്ള സാഹചര്യമുണ്ട്. സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ വീണ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാമൂഹിക കാരണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്നുമല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണല്ലോ ഈ 2.5 വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ബാലാവകാശ കമ്മീഷന് എന്തിടപെടലാണ് നടത്താൻ കഴിയുക? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനങ്ങൾ പിന്നെ ഇതുകൊണ്ട് മാത്രം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നല്ല. ഒരു അടിസ്ഥാനപരമായി നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇത്തരം സംവിധാനങ്ങളുടെ ശക്തമായ ഇടപെടലും അതോടൊപ്പം തന്നെ അവരുടെ ഒരു സമയബന്ധിതമായ തീർപ്പ് കൽപ്പിക്കലും കേസുകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും, കാരണം പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ, അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ കൗൺസിലിംഗ് സംവിധാനങ്ങൾ എന്ന് വേണ്ട സമൂഹത്തിലെ ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്ന മേഖലകളിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു തുടക്കം മുതലുള്ള ശ്രദ്ധയും ഒരു അറ്റൻഷനും വരേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിനൊക്കെ ഒരു കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ അതിലിടപെട്ട് ഒരു നിലപാടെടുക്കുവാനോ നടപടിയിലേക്കോ പോകാൻ പറ്റൂ. പക്ഷെ അതിലപ്പുറം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ കണ്ടറിയുന്നതിന്, നേരത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ട പലതരത്തിലുള്ള നോൺ ഗവൺമെൻറ്റൽ സംവിധാനങ്ങളെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന ആളുകളെ ഗ്രാസ് റൂട്ട് തലങ്ങളിൽ തന്നെ കുടുംബശ്രീ സംവിധാനം, അതുപോലെ ജാഗ്രതാ സമിതി, അതുപോലെ തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ള സിവിൽ സൊസൈറ്റിയുടെ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി അത്തരം വിഷയങ്ങൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിലും അഡ്രസ്സ് ചെയ്യപ്പെടണം. അപ്പോൾ നമുക്ക് എനിക്ക് ഈ കമ്മീഷനുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ, അതിൽ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പരിമിതികളാണ് യഥാർത്ഥത്തിൽ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇപ്പം നമുക്ക് പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഗ്രാമസഭകൾ, പഞ്ചായത്ത് തലങ്ങളിൽ താഴെ, അത് ഏറ്റവും ഗ്രാസ് റൂട്ട് തലങ്ങളിലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശരി. അത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആകുന്നില്ല. കാരണം ഈ സാങ്കേതിക വിദ്യ വാട്സാപ്പ് പോലെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ സ്വയം ഒരു ലോകമായി മാറുന്നു. ആ ലോകത്ത് അവരുടേതായിട്ടുള്ള ആളുകളെ മാത്രം, പരിമിതമായ ആളുകളെ ഉൾപ്പെടുത്തുന്നു. പിന്നെ അവർ അവരുടെ നിയമങ്ങൾ നിശ്ചയിക്കുന്നു എന്നൊക്കെ രീതിയിൽ സമൂഹം കുറെ കൂടി സങ്കീർണമായി മാറിയിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ മുന്നിലുള്ളൊരു റിയാലിറ്റി. ഞാൻ താങ്കളിലേക്ക് വരാം.